അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു സൈക്ലിംഗ് വീഡിയോ ആണ്. അതും നെയ്യാർ ഡാമിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്കിന്ന് അവിടെ പോയിട്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കണം. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് നല്ല നാടൻ ഫുഡ് നമുക്ക് കഴിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്കിയെല്ലാം കണ്ടോളൂ. അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പോൾ പോകുന്ന ഈ ഒരു പാലമാണ് കൊടുങ്ങല്ലൂർ പാലം. ഇത് ഈ ഇടയ്ക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ വന്നൊരു പാലമാണ്, പുതിയൊരു പാലമാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും ആറാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ലോങ് പാലമാണ്, ഒരു 200 മീറ്റർ ലോങ് പാലമാണ്. കണ്ടില്ലേ ഗൈസ്, നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഗൈസ് നമ്മൾ പേയാട് പള്ളിമുക്ക് വഴിയാണ് പോകുന്നത്. കണ്ടില്ലേ, നമ്മൾ പേയാട് അവിടെ എത്തി. ആ ഒരു ഡീവിയേഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് പേയാട് പള്ളിമുക്ക് ഇത് വഴി തിരിഞ്ഞാൽ നമുക്ക് കാട്ടാക്കട പോവാം. അപ്പോൾ ഗൈസ് നമ്മളിതാ തച്ചോട്ട് കാവിൽ നിന്ന് ഈ ഒരു ലെഫ്റ്റ് എടുത്ത് നമ്മൾ അന്തിയൂർക്കോണത്തോട്ട് പോവുകയാണ്, ഷോർട്ട് കട്ട് വഴി. അപ്പോൾ ഗൈസ് പലപ്പോഴും നെയ്യാർ ഡാം പോയിട്ടുണ്ടെങ്കിലും സൈക്കിളിൽ ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇന്ന് നെയ്യാർ ഡാം ഫുള്ളൊന്ന് ചുറ്റി കാണണം. അപ്പോൾ എന്തായാലും ഒരു 50-60 കിലോമീറ്റർ ചവിട്ടാനുണ്ട് ഇന്നത്തെ റൈഡ് ഫുള്ള്. നമ്മളിതാ ഇപ്പോൾ അന്തിയൂർക്കോണം എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ കാട്ടാക്കട. അപ്പം നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഇന്ന് പോകുന്ന, അച്ഛൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വരുന്നുണ്ട്. അങ്കിളുടെ പേര് സുഭാഷ് എന്നാണ്. നമ്മളെത്തിയിട്ടാണ് സുഭാഷ് അങ്കിൾ എത്തിയത്. അപ്പോൾ നമുക്കിനി നേരെ കള്ളിക്കാട് പോകണം. അപ്പോൾ എൻ്റെ ഈ ഫ്രണ്ടിൽ പോകുന്ന നീല ടീഷർട്ടിലെ അങ്കിളിലെ അതാണ് സുഭാഷ് അങ്കിൾ. അങ്കിളുടെ കയ്യിൽ ഫയർഫോക്സ് റാപ്പിഡ് എന്ന് പറഞ്ഞ ഹൈബ്രിഡ് സൈക്കിളാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ കാട്ടാക്കാട് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 4-5 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് സൈക്കിൾ ഓടുന്നത്. ഏകദേശം 6 മാസമായി ഞാൻ സൈക്കിൾ ഇത്രയും ലോങ് ചവിട്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ലൈംബ് വരുമ്പോൾ അത്യാവശ്യം കിതയ്ക്കുന്നുണ്ട്, പണ്ടത്തെ പോലെയല്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഇനി നമുക്ക് പോകുന്ന വിഷ്വൽസൊക്കെ കാണാം. അപ്പോൾ എൻ്റെ ഈ ഫ്രണ്ടിൽ പോകുന്ന 2 സൈക്കിളിനെ പറ്റി പറയുകയാണെങ്കിൽ, അച്ഛൻ ചവിട്ടുന്നത് യുണൈറ്റഡ് മയാമിയുടെ 4.0 എന്ന് പറഞ്ഞ സൈക്കിളാണ്. പിന്നെ സുഭാഷ് അങ്കിൾ ചവിട്ടുന്നത് റാപ്പിഡ്, ഫയർഫോക്സിൻ്റെ റാപ്പിഡ് എന്ന് പറഞ്ഞ സൈക്കിളും കൂടെയാണ്. അതൊരു ഹൈബ്രിഡാണ്. എൻ്റെ അച്ഛൻ്റെ MTBയും കൂടെയാണ്. നമ്മളിതാ കള്ളിക്കാട് പാലം ക്രോസ് ചെയ്യുന്നു. നമ്മളിപ്പോൾ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് എത്തിയിട്ടുണ്ട്. ഇത് കള്ളിക്കാട് ജംഗ്ഷനാണ്, കണ്ടില്ലേ ഗൈസ്. അപ്പോൾ നമ്മളിതാ കള്ളിക്കാട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ നെയ്യാർ ഡാം പോകുന്നത്. കണ്ടില്ലേ ഗൈസ്, സൈഡിൽ റബ്ബറൊക്കെ വിരിച്ചിട്ടേക്കുന്നു ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ നെയ്യാർ ഡാം പോകുന്നു. അപ്പോൾ ഞാൻ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാമറ മൗണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ക്യാമറേനെ സുരക്ഷിക്കണം. അപ്പോൾ ഞാൻ കുറേ നാളെ ചവിട്ടിയിട്ട്, അതുകൊണ്ട് എൻ്റെ റൈഡ് വീഡിയോസൊന്നും എൻ്റെ യൂട്യൂബിൽ ഇല്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ആദ്യത്തെ ഒരു റൈഡ് വ്യൂ ആണിത്. എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞൂടാ, ചവിട്ടുന്നു. ഗൈസ് ഞാനുണ്ട്, എൻ്റെ അച്ഛനുണ്ട്, പിന്നെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പേര് ചവിട്ടുന്നു. 3 പേർക്ക് സൈക്കിളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം നെയ്യാർ ഡാം എത്താറായി. ആ ഒരു ഏരിയ എനിക്ക് കൊണ്ട് ഒരു 5 കിലോമീറ്റർ കാണും. നമ്മളിപ്പോൾ നെയ്യാർ ഡാം എത്തി, ആ ഒരു സ്ഥലം എത്തി. ഇനി പോവാം. അങ്ങനെ ഗൈസ് നമ്മൾ ചവിട്ടി നെയ്യാർ ഡാമിലെ എൻട്രി ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്കിനി കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് അകത്ത് പോവാം. അകത്തുള്ള വിഷ്വൽസും കുറച്ച് കഴിഞ്ഞ് കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ നെയ്യാർ ഡാമിൻ്റെ അകത്തോട്ട് പ്രവേശിച്ചിരിക്കുന്നു. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ സ്ഥലമൊക്കെ മാറിയിട്ടുണ്ട് അത്യാവശ്യം. ഇതാ നെയ്യാർ ഡാം നമ്മുടെ സൈഡിൽ നേരെ കാണുന്നില്ലേ, ഡാം തുറന്നു വിട്ടേക്കുകയാണ്. കണ്ടില്ലേ, ഐ ലവ് നെയ്യാർ എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൊള്ളാം അല്ലേ. കുറേ നാളായി ഇവിടെ വന്നിട്ട്. ഇത് ഉച്ച സമയം കൂടെയാണ്, അപ്പോൾ അത്യാവശ്യം നല്ല വെയിലും ഉണ്ട്. കണ്ടില്ലേ, ഡാം തുറന്നു വിട്ടിരിക്കുന്ന പാലൊഴുകുന്ന പോലെയാണ് ഒഴുകുന്നത്. കണ്ടില്ലേ ഗൈസ്.
സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാവിറ്റി ഡാമുകളിലൊന്നാണ് നെയ്യാർ ഡാം. 1958 നെയ്യാർ ഡാം കമ്മീഷൻ ചെയ്തത്. കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ജലസേചനത്തിന് വേണ്ടിയാണ് നെയ്യാർ ഡാം നിർമ്മിച്ചത്. അങ്ങ് ദൂരെ നമ്മുടെ നെയ്യാർ ഡാം പാലം കണ്ടില്ലേ? 2 പാലമുണ്ട് അവിടെ. പിന്നെ ഞാനും സുഭാഷങ്ങളും ഇരുന്ന് റെസ്റ്റ് എടുക്കുന്ന കണ്ടില്ലേ ഗൈസ്? അപ്പോൾ ഗൈസ് നമ്മുടെ ഇവിടെ നെയ്യാർ ഡാമിൻ്റെ ഇവിടെ ഏതോ ഒരു സ്കൂളിൽ നിന്ന് NCCയുടെ ഇതൊക്കെ വന്നിട്ടുണ്ട് പിള്ളേർ. അപ്പോൾ ഇവിടുത്തെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് വന്നതാണ് ഇവർ. ഇതാ നല്ല ഉച്ചയായി, നല്ല വെയിലുമുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു റൗണ്ടും കൂടെ ഒന്ന് ചുറ്റിക്കണ്ട് നമുക്കിനി നേരെ സൈക്കിൾ എടുത്ത് അങ്ങ് വിടാം. നമുക്കിനി കുറച്ച് ഈ നെയ്യാർ ഡാമിൻ്റെ അകത്തുള്ള പൂക്കളുടെ വിഷ്വൽസൊക്കെ കാണാം. അങ്ങനെ ഗൈസ് നമ്മുടെ ഈ ടാങ്കിനകത്ത് മീനുകളുണ്ട്. കണ്ടില്ലേ ഗൈസ്? ആ ടാങ്കിൻ്റെ നടുക്കൊരു പ്രതിമയും കൂടെ ഉണ്ട്. കണ്ടില്ലേ? അങ്ങനെ ഗൈസ് നമ്മൾ നെയ്യാർ ഡാം ചെറുതായിട്ടൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് നമുക്കിനി തിരിച്ച് പോകാം. നമുക്കിനി ആദ്യം കഴിച്ചിട്ട് ഒരു കുളിക്കാനുള്ള സ്ഥലം നോക്കണം. ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ ഇവിടെ അവർ ഓപ്പൺ അല്ല, കാരണം ഇവിടെ എന്തോ പണി നടക്കുകയാണ്. അപ്പോൾ ഓപ്പൺ അല്ലായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ ഇതിൻ്റെ റിസർവോയറിൻ്റെ ഏതോ ഒരു സൈഡ്, റിസർവോയറല്ല, ഒരു ആറുണ്ട് ഈ നെയ്യാർ ഡാമിൽ വെള്ളം ഒഴുകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് കുളിക്കണം. ആദ്യം നമുക്ക് കഴിക്കണം, എന്നിട്ട് അവിടെ എവിടെയെങ്കിലും പോയി കുളിക്കാം. അപ്പോൾ ഗൈസ് ഹലോ, നമ്മൾ നെയ്യാർ ഡാമിൽ നിന്ന് ഇറങ്ങി നമുക്കിനി കുളിക്കാനും കൂടെ ഒന്ന് പോകണം. ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ നിന്ന് കുളിക്കണം. കുളിച്ചിട്ട് നമുക്ക് പതുക്കെ പോവാം. നമുക്ക് സമാധാനമായിട്ടൊരു ബ്രിഡ്ജിൻ്റെ അവിടെ ഒരു കുളിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ പോകണം, കുളിക്കണം. ഓക്കെ ശരി, ബൈ, കാണാം. നമ്മളിവിടെ നമുക്ക് ആദ്യം നെയ്യാർ ഡാമിലെ ആ ഒരു റിസർവോയറിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. ആദ്യം നമുക്ക് ഈ പാലത്തിൻ്റെ ഇവിടെ നിന്ന് കണ്ടിട്ട് നമുക്കിനി നെയ്യാർ ഡാമിൻ്റെ സൈഡിലൊന്ന് ചുറ്റിക്കണ്ടിട്ട് വരാം. ആ ഒരു റിസർവോയറിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഈ ടോപ്പിലൊക്കെ പോകണം ചിലപ്പോൾ. കണ്ടില്ലേ ഗൈസ്, നമ്മുടെ പാലത്തിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ, നെയ്യാർ ഡാമിൻ്റെ ആ വെള്ളമൊക്കെ തുറന്നു വിട്ടേക്കുന്ന നമ്മുടെ 3 സൈക്കിൾ ഇരിക്കുന്നുണ്ട്. കണ്ടില്ലേ? എൻ്റെ സൈക്കിൾ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഇതാ പാലത്തിൻ്റെ അവിടെ നിന്ന് വെള്ളമൊക്കെ ഒഴുകി പോകണം. കണ്ടില്ലേ? എന്താ അല്ലേ? അപ്പോൾ ഗായ്സ് നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നു. നമുക്കിവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ടോപ്പിലോട്ട് പോകണം. അവിടെ പോയിട്ട് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഏതെങ്കിലും നാടൻ കടയിൽ നിന്ന് നാടൻ ഫുഡ് കഴിക്കണം ഉച്ചത്തെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാൻ പോകാൻ നോക്കാം. അപ്പോൾ ഗായ്സ് കണ്ടില്ലേ, ഇവിടെ ഒരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട്, വെൽക്കം ടു നെയ്യാർ എക്കോ ടൂറിസം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു കുളമാണ് ഇവിടെ. അപ്പോൾ കണ്ടില്ലേ, നെയ്യാർ ഡാം ടോപ്പ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ടോപ്പിലും കൂടെ പോകണം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതാ കണ്ടില്ലേ ഗൈസ്, ഇത് നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ റിസർവോയറിൻ്റെ സൈഡാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് പോവാം.
കണ്ടില്ലേ ഗൈസ്, നമ്മൾ നെയ്യാർ ഡാമിൻ്റെ ആ ഒരു ടോപ്പ് സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ വാച്ച് ടവറൊക്കെ ഉണ്ട് ഇപ്പുറത്തെ നമ്മൾ റൈറ്റ് സൈഡിൽ. കണ്ടില്ലേ ഗൈസ്? ഇതാ അങ്ങ് ദൂരെ ഒരു സ്പീഡ് ബോട്ട് പോകുന്ന കണ്ടില്ലേ? സ്പീഡ് ബോട്ടല്ല, ഒരു ഫാമിലി ബോട്ട് പോലെയാണ്. കണ്ടില്ലേ? അങ്ങനെ ഗായ്സ്, നമ്മൾ വാച്ച് ടവറിൻ്റെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിതാ തിരിച്ചിറങ്ങുന്നു. നമ്മൾ നേരത്തെ കണ്ട റിസർവോയറിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ? അങ്ങനെ ഗായ്സ്, നമുക്കൊരു കോർണറും ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഇറക്കവും കിട്ടിയിട്ടുണ്ട്. നമ്മളത്യാവശ്യം സ്പീഡിൽ പോകുന്നു. കണ്ടില്ലേ ഗായ്സ്? നമ്മളിപ്പോൾ പോകുന്നത് ഓമന അമ്മയുടെ തട്ടുകടയിലായിട്ടാണ്. അവിടെ നല്ല അടിപൊളി നാടൻ ഫുഡൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ തട്ടുകട എത്താറായിട്ടുണ്ട്. നമ്മളിതാ കുറച്ചുകൂടെ പോകുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഇതാണ് തട്ടുകട. അപ്പോൾ ഇവിടുത്തെ ഫുഡ് അത്യാവശ്യം നല്ല ഫുഡാണ്. നമ്മൾ കഴിച്ചത് കപ്പയും ചിക്കൻ കറിയും കൂടെയാണ് കഴിച്ചത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. നമുക്കിനി പോവാം. ഇതാണ് ഓമനമ്മയുടെ തട്ടുകട നമ്മളിപ്പോൾ കഴിച്ചത്. അപ്പോൾ ഇത് പണ്ടുപോലെ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള തട്ടുകടയാണ്. ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഫുഡാണ് കപ്പയും നാടൻ ചിക്കൻ പെരട്ടും പിന്നെ ബീഫ് റോസ്റ്റും. അപ്പോൾ ഗായ്സ്, ഞാൻ ചെറിയ സൈക്കിൾ ചവിട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ കുറച്ച് ദൂരം ഞാൻ ചവിട്ടുന്നുള്ളൂ. കാരണം എനിക്ക് ഈ സൈക്കിൾ അത്രയ്ക്ക് ഇതല്ല എന്ന് വെച്ചാൽ ഇത് വലിയ സൈക്കിൾ തന്നെ. ഞാൻ ഇത് കുറച്ച് ദൂരെ ചവിട്ടുന്നുള്ളൂ. ഒരു 200 മീറ്റർ ചവിട്ടി. അപ്പോൾ ഇതൊരു അടിപൊളി സൈക്കിളാണ്. നമ്മളിതാ വീണ്ടും കള്ളിക്കാട് ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന വഴിയാണ് ഇനി പോകുന്നത്. ഹലോ ഗൈസ്, നമ്മൾ കഴിച്ചു കഴിഞ്ഞതാ നമ്മളിപ്പോൾ പോകുന്നു. നമുക്കിനി നെയ്യാർ ഡാമിൻ്റെ ആ ഭാഗത്ത് തന്നെ പോകണം. കാരണം നമുക്ക് കുളിക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് റിലാക്സ് ചെയ്തിട്ട് ചില്ലൊക്കെ ആയി കുളിച്ച് നമുക്ക് പോകും. കുളിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട്. വെള്ളത്തിനകത്ത് മുക്കണമുണ്ട് ക്യാമറ എന്നാണ് തോന്നണത്. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് പോകുന്ന വിഷയത്തിൽ കാണാം. നമ്മൾ ഈ നേരെ പോയാൽ നമുക്ക് നെയ്യാർ ഡാം ഇങ്ങനെ എത്താം. അതിന് മുമ്പ് കുറച്ച് ദൂരം പോകുമ്പോൾ നമുക്ക് ഈ ഒരു റൈറ്റ് എടുക്കുമ്പോൾ അവിടെ ഒരു ഇറക്കമുണ്ട്. അപ്പോൾ ആ ഇറക്കത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത്. അതിൻ്റെ ആ സൈഡിലൊരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. ഇതാ കണ്ടോളൂ.
നമ്മളിങ്ങനെ സൈക്കിളൊക്കെ വെച്ചു നമുക്കിനി കുളിക്കണം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇറങ്ങി കുളിക്കും. അപ്പോൾ ഈ ഒരു ഡാർക്ക് പച്ച കാണുന്ന സ്ഥലം നല്ല ആഴമുള്ള സ്ഥലമാണ്. ഈ ഒരു ലൈറ്റ് പച്ച നമുക്ക് അടിഭാഗം കാണാൻ പറ്റുന്നത് അത്യാവശ്യം ആഴം കുറവുള്ള സ്ഥലമാണ്, കുഴപ്പമില്ല. അവിടെയൊക്കെ കുളിക്കായിരുന്നു. കണ്ടില്ലേ, നമ്മൾ വെള്ളത്തിലിറങ്ങി ക്യാമറയൊക്കെ നമ്മൾ മുക്കുന്നതാണ്. കണ്ടില്ലേ ഗൈസ്, ഞാൻ എന്താ നീന്തി വന്നു. എനിക്ക് വലുതായിട്ട് നീന്തലൊന്നും അറിഞ്ഞില്ല, എന്നാലും ചുമ്മാ ഇവിടെ കിടന്ന് നീന്തി കളിക്കുന്നതേ ഉള്ളൂ. കണ്ടില്ലേ ഗൈസ്. അപ്പോൾ നമുക്കിനി കയറി നമുക്ക് പോകാം. കണ്ടില്ലേ, ഞാൻ ഇപ്പോഴും അവിടെ വെള്ളത്തിൽ കിടക്കുകയാണ്. നമുക്കിനി പോകണം. നമുക്ക് ഇരുട്ടിന് മുമ്പ് തന്നെ എത്താൻ നോക്കണം വീട്ടിലോട്ട്. നമ്മൾ ഡ്രസ്സ് നമ്മൾ കഴുകിയിട്ട് ഇവിടെ ഉണക്കായിട്ടുള്ളൂ. നല്ല വെയിലായിരുന്നുകൊണ്ട് പെട്ടെന്ന് ഉണയും കിട്ടി. അപ്പോൾ നമുക്കിനി പോവാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിതാ കുളിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞാൽ നമ്മൾ സൈക്കിൾ ഓട്ടി വീട്ടിൽ പോകുമായിരിക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും നല്ല സമയം എടുക്കും വീട്ടിൽ എത്താൻ. ഒരു ഇരുട്ടതിന് മുമ്പ് എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ശരിയാണ്, നമുക്കിനി പോകുന്ന വിശ്വാസമൊക്കെ കാണിക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ പോവുകയാണ്. നമ്മളുടെ കള്ളിക്കാട് ജംഗ്ഷനിൽ നിന്ന് കഴിഞ്ഞു. സുഭാഷ് അങ്കിൾ ഇപ്പോൾ പോവും. സുഭാഷ് അങ്കിളുടെ വീട് ശംഖുമോ ആ ഭാഗത്താണ്. ഇപ്പോൾ സുഭാഷ് അങ്കിൾ പോയിട്ടുണ്ട്. ഈ ഒരു ക്ലിപ്പിൽ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ക്ലിപ്പിലേക്ക് നമ്മൾ ചായയൊക്കെ കുടിച്ചായിരുന്നു. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ കാലൊക്കെ നല്ല മസിൽ പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ കുറേ നാളായി ചവിട്ടിയിട്ട്. അപ്പോൾ ശരിയെന്ന് നമുക്കിനി പോകുന്ന വിഷ്വൽസൊക്കെ കാണാം. അപ്പോൾ ഗായ്സ്, നമ്മൾ വിളപ്പിൽശാല പുളിയറക്കോണം വഴിയാണ് നമ്മൾ പോകുന്നത്. ആ വിളപ്പിൽശാല എത്തിയിട്ടുണ്ട് നമ്മൾ. നമുക്കിനി ഇതുവഴി പോയിട്ട് നമ്മൾ അരുവിക്കര ആ റോഡ് ചെന്ന് കയറും. അത് കഴിഞ്ഞ് നമ്മൾ കാച്ചാടി വഴി ഒന്ന് പോകും. അപ്പോൾ ഗായ്സ്, നമ്മൾ നമ്മുടെ വീടിൻ്റെ ആ ഒരു വഴി എത്തിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം 66-65 കിലോമീറ്റർ നമ്മൾ ചവിട്ടിയിട്ടുണ്ട്. നമ്മൾ സ്ട്രാവ ഓണാക്കിയിട്ടാണ് ചവിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം. നമ്മുടെ വീടിൻ്റെ അവിടുത്തെ കോൺക്രീറ്റ് ഇതുവരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നല്ലൊരു ഓഫ് റോഡ് ഡൗൺ ഹില്ലാണ്. എനിക്ക് പിന്നെ സ്ഥിരം ഇറങ്ങി പോകണോണ്ട് പിന്നെ വിഷയമല്ല ഇതൊന്നും. ഞാൻ നല്ല സ്പീഡിലാണ് ഇറങ്ങി പോകുന്നത്. കണ്ടില്ലേ, ക്യാമറയിലൊരു നേരെ പോണ റോഡെന്നേ തോന്നുള്ളൂ, പക്ഷേ അത് അത്യാവശ്യം നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോ പിന്നെ കാണാം. അതിലേക്ക് ബൈ ബൈ.